ഹായ് മക്കളെ, വെൽക്കം ബാക്ക്. നെക്സ്റ്റ് നമ്മൾ അരുൺ ഗാന്ധിയുടെ ഓർമ്മക്കുറിപ്പായ രണ്ടാമത്തെ യൂണിറ്റിലെ രണ്ടാം ചാപ്റ്റർ പിതാക്ക പ്രാശിത് എന്ന ചാപ്റ്ററിലെ മുൻ വർഷത്തെ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യം 2016 ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. യെസ്, ഓക്കെ, നോക്കാം. സൂചന അരുൺ ഗാന്ധിക്ക് സംസ്മരൺ കാ യഹ് അംശ പഠയും. അരുൺ ഗാന്ധിയുടെ ഓർമ്മക്കുറിപ്പിന്റെ ഈ ഭാഗം വായിക്കുക. പ്രശ്ന 4 से 5 के उत्तर लिखी. 4ഉം 5ഉം ക്വസ്റ്റ്യൻസിന്റെ ആൻസർ എഴുതാനാണ്. 5:30 घंटे तक 5.5 മണിക്കൂർ വരെ മേ മുൻകെ പീച്ചെ പീച്ചെ ഞാൻ അദ്ദേഹത്തിന്റെ പുറകെ തന്നെ ധീമി ഗതിസെ വളരെ സ്ലോ സ്പീഡില് കാർ ചലാത്ത രഹ കാറ് ഓടിച്ചുകൊണ്ടിരുന്നു. और मेरे झूठ पर पिताजी को प्रायश्चित करते हुए देखता रहा. ഞാൻ പറഞ്ഞ നുണയ്ക്ക് പകരമായിട്ട് അച്ഛന്റെ പ്രായശ്ചിത്തം അല്ലെങ്കിൽ അച്ഛൻ പ്രായശ്ചിത്തം ചെയ്യുന്നത് ഞാൻ കണ്ടുകൊണ്ടിരുന്നു. ओके, क्वेश्चन होगा अरुण गांधी के झूठ पर पिता की प्रतिक्रिया चुनकर लिखी. അരുൺ ഗാന്ധി പറഞ്ഞ ആ ഒരു നുണയ്ക്ക് പകരമായിട്ട് പിതാവിന്റെ റിയാക്ഷൻ, പ്രതിക്രിയ എന്ന് പറഞ്ഞാൽ റിയാക്ഷൻ എന്തായിരുന്നു? അരുൺ ഗാന്ധിയുടെ അച്ഛനായ മണിലാൽ ഗാന്ധിയുടെ റിയാക്ഷൻ. ഓപ്ഷൻസ് ഉണ്ട്. പിതാനെ അരുൺ ഗാന്ധിക്കോ ബഹുത് മാര, അച്ഛൻ അരുൺ ഗാന്ധി ഒരുപാട് അടിച്ചു. പിതാനെ അരുൺ ഗാന്ധിക്കോ ഭല ബുരാ കഹ, എന്താ ഒരുപാട് വഴക്ക് പറഞ്ഞു, അരുൺ ഗാന്ധി ഒരുപാട് വഴക്ക് പറഞ്ഞു. പിതാനെ घर तक की 18 मील दूरी पैदल चलते का निश्चय किया. അച്ഛൻ വീട് വരെ 18 മൈൽ ദൂരം കാൽനടയായിട്ട് പോകാൻ തീരുമാനിച്ചു അല്ലെ. അപ്പൊ നമുക്ക് പണിഷ്മെന്റ് കിട്ടുന്ന ഓർത്ത് ഈ ഒരു ആൻസർ എഴുതാൻ നിൽക്കരുത്. ഇവിടെ മണിലാൽ ഗാന്ധി എന്താ ചെയ്തത്? ആൻസർ വരുന്നത് യെസ്, പിതാനെ घर तक की 18 मील दूरी पैदल चलने का निश्चय किया. അച്ഛൻ വീട് വരെയുള്ള 18 മൈൽ ദൂരം കാൽനടയായിട്ട് പോകാനാണ് തീരുമാനിച്ചത്. അതായിരുന്നു മണിലാൽ ഗാന്ധിയുടെ റിയാക്ഷൻ ആയിട്ട് നമുക്ക് എഴുതുന്നത് കേട്ടോ. ओके, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. പിതാജി കാ വ്യവഹാർ ദേഖ്കർ അരുൺ ഗാന്ധി के मन में क्या क्या विचार आया होगा. അച്ഛന്റെ ആ റിയാക്ഷൻ അല്ലെങ്കിൽ ആ ഒരു പ്രായശ്ചിത്തം ചെയ്യുന്ന കണ്ടപ്പോ അരുൺ ഗാന്ധിയുടെ മനസ്സിൽ എന്തെല്ലാം തോട്ട്സ് ആയിരിക്കും വന്നിട്ടുണ്ടാവുക? ഉൻകെ വിചാരോं को ഡയറി के रूप में लिखें. അദ്ദേഹത്തിന്റെ ആ തോട്ട്സിനെ ഡയറിയുടെ രൂപത്തിൽ എഴുതാനാ പറയുന്നത് കേട്ടോ. അപ്പൊ ഞാൻ ആദ്യം ഇവിടെ ഡയറിയുടെ ഒരു ഫോർമാറ്റ് നിങ്ങൾക്ക് തരുവാണ്. അപ്പൊ ഒരു രണ്ട് ടൈപ്പ് ഡയറി ഉള്ളത്, ഒന്ന് സന്തോഷത്തിന്റെയും പുറം ദുഃഖത്തിന്റെയും കേട്ടോ. അപ്പൊ നമ്മുടെ ഫോർമാറ്റ് ഒന്ന് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഡയറി ഒക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് എഴുതി വെക്കാം. അപ്പോൾ ഏത് ഡയറി എഴുതുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് താരിഖ്, ഡേറ്റ് എന്നുള്ളത് കേട്ടോ. അപ്പൊ സ്റ്റാർട്ടിങ് നോക്കാം. ഒരു ഡയറി ആകുമ്പോൾ ഇൻട്രോയും വേണം, ക്ലോസിംഗ് വേണം. അപ്പൊ ഒരു നല്ല ദിവസം ഡയറി ആണെങ്കിൽ ആജ് മേ ബഹുത്ത് ഖുശ്ഹൂം എന്ന് ചേർക്കുക. ഓക്കെ, ഒരു ദുഃഖം ദിവസം ആണെങ്കിലോ ആജ് മേ ബഹുത്ത് ദുഃഖൂം കേട്ടോ. അപ്പൊ രണ്ടും മാറ്റി മാറ്റി എഴുതിയാൽ മതി. സുഖമാണെങ്കിൽ ഖുശ് എഴുതാം, ദുഃഖമാണെങ്കിൽ ദുഃഖം എഴുതാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് സെൻസിന് മാറ്റം വരുന്നില്ല. ആജ് ക ദിൻ മേ കൈസേ ഭൂലും, ഇന്നത്തെ ദിവസം ഞാൻ എങ്ങനെ മറക്കും. ഓക്കെ, അപ്പൊ സ്റ്റാർട്ടിങ് ഓക്കെ. ഇനിയാണ് നമ്മൾ ഈ നിറയെ കുത്തു കണ്ടോ, ഇവിടെയാണ് നമ്മുടെ മാറ്റർ അല്ലെ, വിഷയം വരുന്നത്. അതെവിടെ ഉണ്ടാവുക? ക്വസ്റ്റ്യൻ പേപ്പർ എഴുതിക്കണോ, വേറെ ഒന്നും കൊണ്ടല്ല. വിഷയം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ക്വസ്റ്റ്യനിൽ നിന്നാണ്. ക്വസ്റ്റ്യനിലായിരിക്കും ആരുടെ ഡയറിയാണ് അല്ലെങ്കിൽ എന്തിനെ പറ്റിയാണ്, എന്താണ് സബ്ജക്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കേണ്ടത്. ക്വസ്റ്റ്യൻ വായിച്ചു വേണം നമ്മൾ മനസ്സിലാക്കാൻ. ക്വസ്റ്റ്യൻ വായിക്കുന്നു. ആരുടെ ഡയറി മക്കളെ? അരുൺ ഗാന്ധിയുടെ ഡയറി ആണ് അല്ലെ. എന്തിനെ പറ്റിയിട്ടാണ്? അച്ഛന്റെ വ്യവഹാരം, അച്ഛന്റെ പെരുമാറ്റം, അച്ഛൻ തിരിച്ച് വീട്ടിലേക്ക് നടന്നു പോയതിനെ കുറിച്ചാണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, അപ്പോ നമ്മള് ഫോർമാറ്റ് എഴുതി, ഫോർമാറ്റ് ഇൻട്രോ വന്നു, സബ്ജക്ട് വന്നു, ഇനി എന്താണ്? ക്ലോസിംഗ് ആണ് അല്ലെ. ആജ് ക ദിൻ മേ കബി നഹി ഭൂലൂങ്ക, ഇന്നത്തെ ദിവസം ഞാൻ ഒരിക്കലും മറക്കില്ല. ഇതാണ് നമ്മുടെ ഫോർമാറ്റ്. ഇന്ന് യൂസ് ചെയ്ത് നമുക്ക് സിമ്പിൾ ആയിട്ട് എഴുതാം. ഓക്കെ, അപ്പോ അരുൺ ഗാന്ധിയുടെ ഡയറി നമുക്ക് നോക്കാം. യെസ്, അപ്പോ പതിപോലെ തന്നെ സെയിം താരിഖ് എഴുതിക്കാണ്. ആജിക് ബുരാ ദിൻ, ഇന്നൊരു മോശം ദിവസമായിരുന്നു. സബേരെ മേ പിതാജിക്കോ ഷഹർ ലേ ഗയ, ഞാൻ ഇന്ന് രാവിലെ അച്ഛനെ ഷഹറിലേക്ക് കൊണ്ടുപോയി. മാനെ കുച്ച് സാമാൻ ഖരീദിനേക്കോ കഹ, അപ്പോ അമ്മ കുറച്ച് സാധനങ്ങൾ, ഞാൻ ടൗണിലേക്ക് പോകുന്നോണ്ട് തന്നെ അമ്മ എന്റെ അടുത്ത് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് വരാൻ പറഞ്ഞിരുന്നു. മെയിൻ പിതാജിക്കോ മീറ്റിംഗ് കി ജഗഹ പർ ചോടാ, ഞാൻ അച്ഛനെ മീറ്റിംഗ് നടക്കുന്ന ആ ഒരു പ്ലേസിൽ ഡ്രോപ്പ് ചെയ്തു. ഉസ്നെ മുझसे 5 ബജെ വാപ്പസ് ലേനെ കെ ലിയേ ആനെ കോ കഹ, അച്ഛൻ എന്നോട് 5 മണിക്ക് തിരിച്ചു വന്ന് പിക്ക് ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടു. मैं जल्दी जल्दी सारा काम पूरा करके ജോൺ ബെൻ की സിനിമ देखने गया, ഞാൻ പെട്ടെന്ന് തന്നെ പറഞ്ഞ ജോലി എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് ജോൺ ബെന്റെ ഒരു സിനിമ കാണാനായിട്ട് പോയി. इसी बीच में पिताजी की बात भूल गया, ഇതിനിടയിൽ ഞാൻ അച്ഛൻ പറഞ്ഞ കാര്യമെല്ലാം മറന്നുപോയി. मैं 4 बजे पिताजी के पास पहुंचा, ഇതെല്ലാം ഓർത്ത് പിടിച്ച് ഞാൻ അച്ഛൻ്റെ അടുത്ത് തിരിച്ചു വന്നപ്പോൾ എത്ര മണിയായി? 6 മണിയായി. मैंने उनसे झूठ बोला कि गाड़ी तैयार नहीं थी, പക്ഷെ സിനിമ കാണാൻ പോയി എന്നുള്ള ഒരു പറയാനായിട്ട് ഒരു മടി കാരണം അദ്ദേഹം എന്ത് ചെയ്തു? അത് നുണ പറഞ്ഞു. എന്താണ്? കാർ ഗാഡി തയ്യാർ നഹി, വണ്ടി തയ്യാറായില്ല എന്നൊരു നുണ പറഞ്ഞു. ഇസ്ലിയെ ദേറോഗി, അതുകൊണ്ടാണ് ലേറ്റ് ആയെന്ന് അച്ഛനടുത്ത് പറഞ്ഞു.
മഗർ പിതാജി അസലിയത് ജാന്തി. പക്ഷെ അച്ഛൻ മിടുക്കനായിരുന്നു. മണിലാൽ ഗാന്ധി എന്ത് ചെയ്തു? ഓൾറെഡി ഗ്യാരേജിലേക്ക് ഫോൺ ചെയ്തായിരുന്നു. അച്ഛൻ എന്ത് ചെയ്തിരുന്നു? അസലിയത് ജാന്തി, റിയാലിറ്റി അല്ലെങ്കിൽ കാര്യം അദ്ദേഹത്തിന് അറിയാമായിരുന്നു. मेरे झूठ की प्रतिक्रिया के रूप में पिताजी घर तक की 18 मील की दूरी पैदल चलने का निर्णय लिया. ഞാൻ പറഞ്ഞ നുണയ്ക്ക് അതിന്റെ റിയാക്ഷൻ അല്ലെങ്കിൽ അതിന് പകരമായിട്ട് അച്ഛനൊരു പ്രതിക്രിയ ചെയ്തു. എന്താണ്? വീട് വരെയുള്ള 18 മൈൽ ദൂരം കാൽനടയായിട്ട് പോകാൻ അദ്ദേഹം തീരുമാനിച്ചു. मैं उनके पीछे धीमी गति से कार चलाता हुआ आया. ഞാൻ അദ്ദേഹത്തിന്റെ പിന്നാലെ, അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് പോരാൻ പറ്റില്ല. കാരണം എന്തായിരുന്നു മക്കളെ? ആ റോഡ് നല്ല കല്ലും മണ്ണും നിറഞ്ഞതുപോലെ തന്നെ ഭയങ്കര വിജനമായിട്ട് ഒരു മനുഷ്യനില്ലാത്ത ലൈറ്റ് ഒന്നും ഇല്ലാത്ത ഒരു ഏരിയ ആയിരുന്നു. സോ അദ്ദേഹത്തെ വിട്ടിട്ട് പോരാൻ പറ്റത്തില്ല. അച്ഛന്റെ പിന്നാലെ ഞാൻ വളരെ സ്ലോവിലായിട്ട് കാർ ഓടിച്ച് ഒരു 5.5 മണിക്കൂറോളം കാർ ഓടിച്ചാണ് വീട്ടിൽ വന്നത്. മുझे बहुत दुख हुआ. എനിക്കത് വളരെയധികം ദുഃഖമായി. आज से झूठ ना बोलने का ദൃഢ നിശ്ചയം മേനെ ലിയ. ഞാൻ ഇന്നു മുതൽ നുണ പറയില്ല എന്നുള്ളൊരു ഉറച്ച തീരുമാനം എടുത്തു. അപ്പൊ ഈ ഒരു ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ് അരുൺ ഗാന്ധിയുടെ ഡയറി. 1-2 തവണ ഈ ഒരു ഡയറി നമുക്ക് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. 2017 ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിരുന്നില്ല. ഓക്കെ, 2018 നോക്കാം. സൂചന പിതാ കാ പ്രാശി സംസ്മരണ കാ യഹ് ഹംശ പഠ്കർ 7 से 9 तक के प्रश्नों के उत्तर लिखे. 7 മുതൽ 9 വരെയുള്ള ക്വസ്റ്റ്യൻസിന്റെ ആൻസർ ഇതാണ് പറയുന്നത്. ഉനോനെ ഉത്സുകതാപൂർവ്വം പൂച്ച തും ലേറ്റ് ക്യോ ഹുവ. അച്ഛൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ വളരെ ഉത്സാഹത്തോടെ ചോദിച്ചു, നീ എന്താ മോനെ ലേറ്റ് ആയതെന്ന്. उन्हें यह बताते हुए मुझे बहुत शर्म आई कि मैंने जॉन बेन की एक पश्चिमी फिल्म देख रहा था. അദ്ദേഹത്തിനോട് ഈ ഒരു കാര്യം പറയാൻ എനിക്ക് മടിയായി. കാരണം ഞാൻ ഒരു ജോൺ ഫിലിമിന്റെ ഒരു വെസ്റ്റേൺ മൂവി കാണാൻ പോയാന്ന് പറയാൻ എനിക്ക് കുറച്ച് മടി തോന്നിയായിരുന്നു. ഓക്കെ, ശ്രദ്ധിക്കുക. 7th ക്വസ്റ്റ്യൻ നോക്കുക. इस वाक्य का सर्वनाम शब्द चुनकर लिखें. സർവനാം ശബ്ദ എടുത്തെഴുതാനാ പറയുന്നത്. മെയിൻ ഫിലിം ദേഖ് രഹാ താ. ഈ ഒരു സെന്റൻസിലുള്ള സർവനാം എടുത്തെഴുതാനാണ് അല്ലെ. ഓക്കെ, അപ്പൊ ഈ ഒരു സെന്റൻസിലുള്ള സർവനാം ഏതാ മക്കളെ? ഫിലിം മെയിം ദേഖ് രഹാ താ അല്ലെ. ഞാൻ സിനിമ കാണുകയായിരുന്നു അല്ലെ. അപ്പൊ ഞാൻ ഒരു നാമത്തിന് പകരം നിൽക്കുന്ന വാക്കുകളാണ് നമ്മൾ സർവനാം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഒരു നെയിമിനകത്തില്ല, ആ നെയിമിന് പകരം നിൽക്കുന്ന വാക്യം അതിനകത്തുള്ളത്. യെസ്, ആൻസർ എന്താ? മെയിം ആണ് അല്ലെ. ഞാൻ എന്നുള്ള വാക്കാണ് സർവനാമായിട്ട് വന്നിരിക്കുന്നത്. 1 മാർക്കിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. അരുൺ ഗാന്ധിക്കോ ശരം മാനെ കാ കാരണം ക്യാ ഹെ. അരുൺ ഗാന്ധിക്ക് ഒരു ഷെയിം അല്ലെ, ഒരു നാണം തോന്നാനുള്ള കാരണം എന്തായിരുന്നു എന്ന് ചോദിക്കുന്നത് അല്ലെ. അപ്പോൾ നമുക്ക് അറിയാം അല്ലെ, സെന്റൻസ് തന്നെ ഉണ്ട്. ഉന്നോനെ ഉത്സുകതാപൂർവ്വം പൂച്ച. അദ്ദേഹം എക്സൈറ്റഡ് ആയിട്ടില്ലെങ്കിൽ ആകാംക്ഷയോട് ചോദിച്ചു എന്താണ് ലേറ്റ് ആയെന്ന്. ഉനെ യഹ് ബത്താനേക്ക് മുझे बहुत ശരമായി. എനിക്ക് ഭയങ്കര നാണം വന്നു. ആൻസർ ഇവിടെ തന്നെയുണ്ട്, ശ്രദ്ധിക്കുക. कि मैं ജോൺ ബെൻ की एक പശ്ചിമി ഫിലിം देख रहा था. ഞാൻ ജോൺ ബെന്റെ ഒരു വെസ്റ്റേൺ മൂവി നോക്കുകയായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് നാണം വരാനുള്ള റീസൺ അദ്ദേഹം എന്തായിരുന്നു? ഒരു പശ്ചിമി വെസ്റ്റേൺ മൂവി കാണുകയായിരുന്നു. അപ്പോ ആൻസർ നോക്കുക. ക്യോം കി, ബിക്കോസ്. എന്തുകൊണ്ടെന്നാൽ വഹ് അവൻ, ഹി വേണമെങ്കിൽ അരുൺ ഗാന്ധി എന്ന് എഴുതിയാലും കുഴപ്പമില്ല കേട്ടോ. അരുൺ ഗാന്ധി ജോൺ ബെൻ കി, ജോൺ ബെന്റെ एक പശ്ചിമി ഫിലിം देख रहा था. ഒരു പശ്ചിമി വെസ്റ്റേൺ മൂവി നോക്കിക്കൊണ്ട് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, ദെൻ ക്ലോസിംഗ് നോക്കാം കേട്ടോ. इसलिए उसको बहुत शर्माई. അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരുപാട് ഭയങ്കര നാണം വന്നു എന്ന് പറയാം കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കാം. अरुण गांधी और उसके पिताजी के बीच की इस बातचीत को आगे बढ़ाए. അരുൺ ഗാന്ധിക്കും മണ്ഡലാൽ ഗാന്ധിയായ അച്ഛനും ഇടയിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു സംഭാഷണം നമ്മള് കുറച്ചുകൂടി നമ്മള് ഒരു സെന്റൻസ് എടുത്ത് തന്നിട്ടുണ്ട്. ബാക്കി നമ്മുടെ അടുത്ത് ഉണ്ടാക്കാനാണ് പറയുന്നത്. 4 മാർക്കിന് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അല്ലെ. നടന്ന കാര്യങ്ങൾ, നമ്മൾ പഠിച്ച കാര്യങ്ങൾ എഴുതിയാൽ മതി. ആ ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ട് അല്ലെ. അപ്പോ തുടക്കം ഇതാണ്. തും ലേറ്റ് ക്യോ ഹുവേ. അപ്പോ എന്താണ് മോനെ നീ ലേറ്റ് ആയത്? അപ്പൊ ആൻസർ നോക്കാം നമുക്ക്. യെസ്, പിതാജി തും ലേറ്റ് ക്യോ ഹുവേ. അരുൺ ഗാന്ധി പിതാജി കാർ തയ്യാർ നഹീ ഥി. വണ്ടി അല്ലെ, കാർ റെഡി ആയിരുന്നില്ല. പിതാജി തൂനെ കബ് സേ ജുഡ് ബോൽനാ ശുരു കിയ. നീ എന്ന് മുതലാ നുണ പറയാൻ തുടങ്ങിയത്? അരുൺ ഗാന്ധി ക്യാ പിതാജി. എന്താ വെച്ചാ? മേനെ കുച്ച് ജുഡ് നഹീ കഹാ. ഞാൻ നുണയൊന്നും പറഞ്ഞില്ല. പിതാജി जिस तरह से मैंने तुम्हें बड़ा किया है उसमें मुझे कोई जारी चुक हुई है. നിന്നെ വളർത്തി വലുതാക്കിയത് ഏത് രീതിയിലാണോ അതിൽ എനിക്ക് തെറ്റ് പറ്റിയിരിക്കണം. അരുൺ ഗാന്ധി പിതാജി മുझे മാഫ് കർ ദീജിയെ. മനസ്സിലായല്ലേ പിടിക്കപ്പെട്ടു എന്ന്. അച്ഛനോട് ക്ഷമിച്ചാലും. പിതാജി मैंने तुम्हें सच बोलने का ആത്മവിശ്വാസ് നഹീ ദിയ. ഞാൻ നിനക്ക് സത്യം പറയാനുള്ള ആത്മവിശ്വാസം അല്ലെങ്കിൽ കോൺഫിഡൻസ് നിനക്ക് ഞാൻ തന്നിട്ടില്ല. അരുൺ ഗാന്ധി ആകെ സൈസി ഗൽത്തി നെഹി ഹോഗ. ഇനി മുന്നോട്ട് ഞാൻ ഇങ്ങനത്തെ തെറ്റൊന്നും എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. അച്ഛന്റെ മറുപടി നോക്കാം. അച്ഛൻ പിതാജി പറയാണ് ഗൽത്തി തുജ്സെ നെഹി. തെറ്റ് നിന്റെ അല്ല, മുജ്സെ ഹുയി. എന്നാലാണ് തെറ്റ് നടന്നത്. അപ്പൊ അതിന്റെ പകരമായിട്ട് മേ ഘർ തക് 18 മീൽ കി ദൂരി പൈദൽ ഹി ചലൂങ്ക. ഞാൻ വീട് വരെയുള്ള 18 മൈൽ ദൂരം കാൽനടയായിട്ട് ഞാൻ പോകും. ഓക്കെ, അപ്പോ അതിനൊരു ഓർ ക്വസ്റ്റ്യൻ ആ ഒരു വർഷം ചോദിച്ചായിരുന്നു. തും ലേറ്റ് ക്യോ ഹുവേ. പിതാജി കെ പൂछने पर अरुण गांधी को शर्म आई.
എന്താണ് നീ ലേറ്റ് ആയെന്ന് ചോദിച്ചപ്പോ ഇത് കേട്ടപ്പോ അച്ഛൻ ചോദിച്ചു, അത് കേട്ടപ്പോ അരുൺ ഗാന്ധിക്ക് നാണം വന്നു. അപ്നെ മൻ കെ വിചാരോ കോ അരുൺ ഗാന്ധിനെ ഡയറി മേ ലിഖ, തന്റെ തോട്ട്സ് എല്ലാം അദ്ദേഹം ഒരു ഡയറി ആയിട്ട് എഴുതിയേക്കാണ്. അരുൺ ഗാന്ധിക്ക് ഡയറി ലിഖ. യെസ്, 2016 എഗെയിൻ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ റീ വന്നിരിക്കും കേട്ടോ. അപ്പൊ ആ ഡയറി നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പൊ ഡയറി ഇമ്പോർട്ടന്റ് ആണ്, ഷുവർ ആണ്, ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന അരുൺ ഗാന്ധി തന്റെ കൂട്ടുകാരൻ ഈ ഒരു ഇൻസിഡന്റിനെ പറ്റിയിട്ട് എഴുതിയുള്ള ഒരു ലെറ്റർ ആണ്. അപ്പൊ ലെറ്റർ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പൊ 2018 കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു ചാപ്റ്റർ ഇൻ കേസ് വലിയ കാര്യമായിട്ട് ചോദിച്ചിട്ടില്ല. അപ്പൊ ഇക്കൊല്ലം മിക്കവാറും നമുക്ക് ഷുവറായിട്ട് പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യമാണ് കേട്ടോ. അരുൺ ഗാന്ധിയുടെ ലെറ്ററോ ഡയറിയോ ഷുവർ ആയിട്ട് ഈ പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കും കേട്ടോ. അപ്പൊ ലെറ്ററിന്റെ ഫോർമാറ്റ് നമുക്ക് ആദ്യം നോക്കാം. ലെറ്റർ ആയാലും ഡയറി ആയാലും കണ്ടന്റ് അറിയാമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഫോർമാറ്റ് മാത്രം മാറ്റിയാൽ മതി. ഓൾറെഡി നമ്മൾ ക്ലാസ്സുകളിലൊക്കെ ചർച്ച ചെയ്തിട്ടുള്ളതാണ് അല്ലെ. ഓക്കെ, അപ്പൊ ലെറ്റർ ആവുമ്പോൾ നമ്മള് സ്ഥാൻ താരിഖ് ആദ്യം എഴുതാൻ മറക്കരുത്. സ്ഥാൻ എന്നുള്ളത് നമ്മൾ ആരാണോ ലെറ്റർ എഴുതുന്നത് അവരുടെ സ്ഥാനമായിരിക്കണം. പിന്നെ നമ്മൾ എഴുതുന്ന ഡേറ്റ്. ഓക്കെ, ദെൻ നമ്മുടെ കൂട്ടുകാരൻ എഴുതുമ്പോൾ നമ്മൾ നേരെ മാറ്ററോടല്ല അവനൊന്ന് അതിസംബോധന ചെയ്ത് അവന് സുഖമാണെന്നൊക്കെ ചോദിക്കണ്ടേ നമ്മള്. ഓക്കെ, അപ്പൊ നോക്കുക, ഡിയർ ഫ്രണ്ട്, പ്രിയ മിത്ര അല്ലെ. തും കൈസേ ഹോ, ഹൗ ആർ യു, ഉമ്മീദ് കർത്തി ഹോ കി തും ടീക് ഹോ, ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ, നിനക്ക് സുഖമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഗർഭയിലെ കൈസേ ഹോ, വീട്ടുകാർക്കൊക്കെ സുഖമല്ലേ. സബ് ഖുഷി മേ ഹേനാ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ. സബ്കോ മേരാ പ്യാർ, എല്ലാവർക്കും എന്റെ സ്നേഹം. ഓക്കെ സാറേ, എനിക്ക് ഇത്രയും വലുതൊന്നും പഠിക്കാൻ വയ്യ, കുറച്ച് ചെറുതാക്കി മതി എന്ന് പറയുകയാണെങ്കിൽ ദേ തും കൈസേ ഹോ, അത് മതി. നിനക്ക് സുഖമാണോ. മേ ദ ടീക്കു, എനിക്കിവിടെ സുഖമാണ്. അത്രയും നമുക്ക് വെച്ച് നിർത്താം കേട്ടോ. ഓക്കെ, ദെൻ വീണ്ടും കുത്താണ് അല്ലെ. അപ്പൊ അതെങ്ങനെ നമുക്ക് അവിടെ കംപ്ലീറ്റ് ആക്കാം. അവിടെ നമുക്ക് വരേണ്ടത് ഇൻട്രോ കഴിഞ്ഞു. ഇൻട്രോ കഴിഞ്ഞ് നമുക്ക് ഇവിടെ വിഷയമാണ് അല്ലെ. എന്താണ് മാറ്റർ, ആരുടെയാണ് നമ്മുടെ ലെറ്റർ വരുന്നത്, അരുൺ ഗാന്ധിയുടെ ആണ്. എന്തിനെ കുറിച്ചിട്ടുള്ളായിരുന്നു, അച്ഛനുമായിട്ട് നടന്ന ഇൻസിഡന്റിനെ കുറിച്ചിട്ടായിരുന്നു അല്ലെ. അപ്പൊ മാറ്റർ എന്താണെന്ന് നമ്മൾ, വിഷയം എന്താണെന്നുള്ളത് നമ്മള് ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കുക. മാറ്റർ എഴുതി. ഓക്കെ, ഇനി ക്ലോസ് നോട്ടാണ് നോക്കുക. മാം ബാപ്കു മേരാ പ്രണാം, അച്ഛനും അമ്മയോടെല്ലാം എന്റെ അന്വേഷണം പറയാ. ആശയ്ക്ക് ശീഘ്രഹി തുംസെ മിലും, ഞാൻ പ്രതീക്ഷിക്കുകയാണ് നിന്നെ പെട്ടെന്ന് തന്നെ മീറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. ജവാബ് പത്രിക പ്രതീക്ഷാമേ, മറുപടി കത്തിന്റെ പ്രതീക്ഷയില്. യെസ്, അപ്പോ ഞാൻ അഗെയിൻ എന്ന് പറയാണ് സാറേ ഇത്ര നിങ്ങൾക്ക് വയ്യ, കുറച്ച് മതി എന്ന് പറയുന്നത് ഇതേ എങ്ങനെ ക്ലോസ് ചെയ്യാം. ഓക്കെ, മാറ്റർ എഴുതി, ജവാബ് പത്രിക പ്രതീക്ഷാമെന്ന് മാത്രം എഴുതി ക്ലോസ് ചെയ്യണേലും കുഴപ്പമില്ല കേട്ടോ. ഒട്ടും പഠിക്കാൻ പറ്റാത്തവർക്ക് വേണ്ടി മാത്രം ഞാൻ പറയുന്നത്, കുറച്ച് എഴുതാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ, ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലാസ്റ്റ് ഒരു സെന്റൻസ് മാത്രം മതി. പക്ഷെ ബാക്കിയുള്ള കാര്യങ്ങളുണ്ടോ, ഇനി പറയുന്ന കാര്യങ്ങളെല്ലാം വിട്ടുപോയി എഴുതണം. ഓക്കെ, അപ്പോൾ ക്ലോസിങ് കഴിഞ്ഞു അല്ലെ. ഇനി നമ്മൾ ആരാണ് എഴുതിയത് എന്നുള്ള കാര്യം നമ്മൾ മെൻഷൻ ചെയ്യണം. അപ്പോൾ നമ്മൾ എഴുതിയാണ്. അപ്പൊ തുമാരി പ്രിയമിത്ര, യുവർ ഡിയർ ഫ്രണ്ട് ഹസ്താക്ഷർ. ഹസ്താക്ഷർ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ സൈൻ. ദെൻ നാം, നമ്മുടെ പേരാണ്. യുവർ നെയിം, നമ്മുടെ പേരാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ, നിങ്ങളുടെ പേര്. ഓക്കെ, ദെൻ ലെഫ്റ്റ് സൈഡ് നോക്കുക, സേവാമേം എന്ന് കാണാം അല്ലെ. സേവാമേം, സേവാമേം എന്താണ് ഇവിടെ, സേവാമേം എന്ന് പറഞ്ഞാൽ ടു എന്നർത്ഥം വരും കേട്ടോ. ടു. ദെൻ ആ സേവാമേം എന്നുള്ള അത് മാറ്റം വരത്തില്ല, അത് തന്നെ എഴുതാ. അതിന്റെ താഴെ നിന്ന് നാം, നമ്മള് ഏത് ഫ്രണ്ടിനാണ് എഴുതുന്നത്, പ്രിയമിത്ര. നോക്കുക, നെയിം ഓഫ് മിത്ര, ഫ്രണ്ടിന് എഴുതിണ്ട്. ഇവിടെ ആർക്കാണ് എഴുതുന്നത്, അവരുടെ പേരായിരിക്കും ഇവരുടെ. പത്ത എന്ന് പറഞ്ഞാൽ അഡ്രസ് ആണ്, കൂട്ടുകാരന്റെ അഡ്രസ് കേട്ടോ. അറിയില്ലെങ്കിൽ എന്ത് എഴുതാ, പത്താന്ന് മാത്രം എഴുതി മതി, കൂടെ എഴുതി കൺഫ്യൂഷൻ ആക്കണ്ട. ഓക്കെ, അപ്പൊ അരുൺ ഗാന്ധിയുടെ ലെറ്റർ ഫോർമാറ്റ് പറഞ്ഞ, അപ്പൊ അരുൺ ഗാന്ധിയുടെ ലെറ്റർ ആ ഒരു സെയിം കാര്യം തന്നെ എങ്ങനെ ലെറ്ററിലേക്ക് ചേഞ്ച് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പൊ നോക്കാം, സ്ഥാൻ താരിഖ് കൊടുത്തു. ഈ സ്ഥാൻ താരിഖ് ഈ സൈഡ് ആയാലും കുഴപ്പമില്ല, ലെഫ്റ്റ് ആയാലും കുഴപ്പമില്ല, റൈറ്റ് ആയാലും നോ ഇഷ്യൂ. നമ്മൾ സാധാരണ പറയുന്ന പോലെ ഡിയർ ഫ്രണ്ട് എന്ന് സ്റ്റാർട്ട് ചെയ്തു. തും കൈസേ ഹോ, മേ ബഹുത് ദുഃഖി ഹൂ, ഞാൻ വളരെ ദുഃഖിതനാണ് അല്ലെ. അദ്ദേഹം വളരെ ഹാർട്ട് ബ്രേക്കനായിട്ട് ഇരിക്കുവാണ് അല്ലെ. കല്ലേക്ക് ഗാസ് ബാദു, ഇന്നലെ ഒരു പ്രധാനപ്പെട്ട കാര്യം നടന്നു. ഇസ്ലേഹ് പത്ര ലിഗ്ര, അതുകൊണ്ടാണ് ഞാൻ ഈ ലെറ്റർ എഴുതുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ഫോർമാറ്റ് മതി, അത് മാത്രം മതി കേട്ടോ, ഇതൊന്നും വേണമെന്നില്ല, സിമ്പിൾ ആയിട്ട് എഴുതാൻ സാധിക്കും. പിछले दिन मैंने पिताजी को शहर लेकर गया, ഇന്നലെ കഴിഞ്ഞ ദിവസം ഞാൻ അച്ഛനെ പട്ടണത്തിലേക്ക് കൊണ്ടുപോയി. ഉനോനെ ഷാം കോ 5 ബജെ വാപസ് ലേ ജാനെ കോ കഹാ അല്ലെ. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എന്താ, നമ്മുടെ ഡയറിയിൽ പറഞ്ഞ സെയിം കാര്യങ്ങളാണ്, ഫോർമാറ്റ് മാത്രമായിട്ടുള്ളൂ. അച്ഛൻ എന്നോട് എന്ത് ചെയ്തു, വൈകുന്നേരം 5 മണിക്ക് തിരിച്ചു വരാൻ പറഞ്ഞു. देन ബാക്കി കാര്യങ്ങൾ നോക്കുക. ഷഹർ കെ കാം സബ് പൂരാ കർകെ ജോൺ ബെൻ की സിനിമ देखने गया അല്ലെ. എല്ലാ പണികളും ദിവസം ഞാൻ ജോൺ ബെന്റെ സിനിമ കാണാൻ പോയി. ഇസേ ബീച്ച് പിതാജി കാ ബാത് ഭൂൽ ഗയാ, അച്ഛൻ പറഞ്ഞ കാര്യമെല്ലാം അതിനിടയിൽ മറന്നു പോകുന്നു. ഞാൻ അച്ഛൻ്റെ അടുത്ത് തിരിച്ചു വന്നപ്പോഴേക്കും 6 മണിയായി. എന്താണ് ലേറ്റ് ആന്ന് വെച്ചപ്പോ എന്ത് പറഞ്ഞു, കള്ളം പറഞ്ഞു, വണ്ടി തയ്യാറായില്ലാന്ന്. പക്ഷെ അച്ഛൻ കണ്ടുപിടിക്കുകയും പിന്നെ അച്ഛൻ ഒറ്റയ്ക്ക് നടന്നു പോവുകയും ചെയ്തു അല്ലെ. ക്ലോസിംഗ് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ ക്ലോസിംഗിൽ ഒരു പ്രത്യേക കാര്യം പറയുന്നുണ്ട്. ഇന്ന് മുതൽ ഞാൻ തീരുമാനം എടുത്തു. എന്താണ്, ആജ് സേ മേനെ യഹ് ഫൈസല കിയാ കി ആഗെ സേ കബി ജൂഡ് നെഹി ബോലൂങ്ക, ഇന്ന് മുതൽ തീരുമാനത്തിരിക്കുകയാണ്, ഇനി മുതൽ ഞാൻ നുണ പറയില്ല എന്ന് അല്ലെ. ഓക്കെ, ഈ ഒരു കാര്യം നിങ്ങൾ പഠിച്ചു വെക്കണം, ഇത് ആ ഡയറിയിലില്ല. തുമാരി പിതാജി और മാതാജി കെ മേരാ പ്രണാം കഹന. ഓക്കെ, നിന്റെ അമ്മയുടെ അച്ഛനോടെല്ലാം എന്റെ അന്വേഷണം പറയാ. തുംബി കബി അപ്നെ മാ ബാപ് സേ ജൂഡ് മത് ബോലെങ്കെ ബോൽന, നിന്റെ അച്ഛനോട് അമ്മയോട് നീ ഒരിക്കലും
ജൂട്ട് മത് ബോല, നുണ പറയരുത്. കബി കബി ലിഖ്ന, ഇടയ്ക്കൊക്കെ എഴുതുക. വേണം നമുക്ക് ഇവിടെ എന്ത് ചേർക്കാം? ജവാബി പത്രിക പ്രതീക്ഷാമേം. ദെൻ തുമാരി പ്രേമത്തിർന്നോ പ്യാർ സെ എഴുതാം. ഹസ്താക്ഷർ അരുൺ ഗാന്ധി. അരുൺ ഗാന്ധി എഴുതിയോണ്ട് അരുൺ ഗാന്ധിയുടെ പേര് വന്നു. ഇവിടെ നോക്കാം, സേവാമേം ട്യൂട്ടേഴ്സ് ആണ്. ഫ്രണ്ടിന്റെ പേര് ഇവിടെ വരും. ദെൻ പത്ത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ചാൻസ് വരാനുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ദെൻ നമുക്ക് ഇനി ഒരു ഷോർട്ട് ക്വസ്റ്റ്യൻ നോക്കാം. അരുൺ ഗാന്ധിക്ക് ജൂട്ട് പർ പിതാ കി പ്രതിക്രിയ ക്യാ ദി? അരുൺ ഗാന്ധി പറഞ്ഞ നുണയ്ക്ക് അച്ഛന്റെ റിയാക്ഷൻ എന്തായിരുന്നു? നമുക്ക് വൺ വേർഡ് ആയിട്ട് ആദ്യം ചോദിച്ചായിരുന്നു അല്ലെ? എന്നാൽ നമുക്ക് ഒന്നുകൂടി നോക്കാം. ഓക്കെ, അപ്പൊ ആൻസർ നോക്കാം. പിതാനെ ഘർ തക് की 18 മീൽ की दूरी पैदल चलने का निश्चय किया. അച്ഛൻ വീട് വരെയുള്ള 18 മൈൽ ദൂരം എന്ത് ചെയ്തു? കാൽനടയായിട്ട് പോവാന്ന് തീരുമാനമെടുത്തു. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ളത്. അരുൺ ഗാന്ധി ഡയറി ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ഡയറി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താക്കാൻ പറ്റും മക്കളെ? അത് ലെറ്ററിലോട്ട് പത്രത്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ എല്ലാ ക്വസ്റ്റ്യൻസും നന്നായിട്ട് വായിച്ച് നന്നായിട്ട് എക്സാം എഴുതാം, നല്ല മാർക്ക് സ്കോർ ചെയ്യാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.